പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധനയാൻ കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വന്ദനം പറയുന്നു. അതെ, നാം പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായി നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന വലിയൊരു ദൈവമാണ് നമ്മുടെ ദൈവം. വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും ഈ സന്ദേശം എൻ്റെ പ്രിയപ്പെട്ടവർ ശ്രവിക്കുക. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 5-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. ദൈവത്തിന് സ്തോത്രം. വളരെ സുപരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ് ഇവിടെ വായിക്കാൻ കഴിയുന്നത്. സുന്ദരമെന്ന ദേവാലയത്തിൽ ദിനംപ്രതി യാചിക്കുവാൻ വേണ്ടി, ഭിക്ഷ യാചിക്കുവാൻ വേണ്ടി ഇരുന്നിരുന്ന ഒരു മനുഷ്യൻ ഒരിക്കൽ പത്രോസും യോഹന്നാനും അവിടേക്ക് ചെല്ലുന്നത് കാണുമ്പോൾ വല്ലതും പ്രതീക്ഷിച്ചുകൊണ്ട്, വല്ലതും കിട്ടുമെന്ന് കരുതിക്കൊണ്ട് അവരുടെ നേരെ കൈനീട്ടുകയും അവരെ സൂക്ഷിച്ചു നോക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ആ വേദഭാഗത്ത് കാണാൻ കഴിയുന്നത്. അതെ, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴും ദൈവസന്നിധിയിൽ സമയം ചെലവിടുമ്പോഴും പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെയും വലിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് സ്തോത്രം, ദൈനംദിന ജീവിതത്തിൽ കർത്താവ് നമ്മെ നടത്തണം. അതിലും അപ്പുറമായി പറഞ്ഞാൽ, വീണ്ടെടുക്കപ്പെട്ടൊരു ദൈവ പൈതലിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനും അപ്പുറമായി, ദൈനംദിന ജീവിതത്തിനും അപ്പുറമായി ഒരു നിത്യകാല ജീവിതം പ്രിയനോടൊത്ത് ഉണ്ട് എന്നുള്ളതും വലിയൊരു പ്രതീക്ഷയുണർത്തുന്ന കാര്യമാണ്. എന്നാൽ ഇവിടുത്തെ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഈ മനുഷ്യൻ ദൈനംദിന ജീവിതത്തിന്, ഒന്നും കൂടെ പറഞ്ഞാൽ തൻ്റെ വിശപ്പടക്കുവാൻ വേണ്ടി വല്ലതും പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ നേരെ കൈനീട്ടുകയാണ്. ഈ മനുഷ്യൻ്റെ പ്രായമെന്ന് പറയുന്നത് 4-ാം അധ്യായത്തിൽ തന്നെ, അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 4-ാം അധ്യായം 22-ാമത്തെ വേദഭാഗം ഇങ്ങനെ പറഞ്ഞു: ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40-ൽ അധികം വയസ്സുള്ളവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഏകദേശം ഒരു 40 വർഷമായിട്ട് ഒരേ ഇരിപ്പിൽ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈനംദിന ജീവിതം പുലർത്തിക്കൊണ്ടിരുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യൻ പ്രതീക്ഷിക്കുകയാണ്, പത്രോസിൽ നിന്നും യോഹന്നാനിൽ നിന്നും എന്തെങ്കിലും ലഭിക്കും. അടുത്ത വാക്യത്തിൽ പത്രോസും യോഹന്നാനും പറയുന്നുണ്ട്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, എന്നാൽ ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറയുകയാണ്. കർത്താവിന് സ്തോത്രം. ആ മനുഷ്യൻ അവിടെ ചോദിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ, അല്ലെങ്കിൽ അന്നത്തെ ദിവസം കഴിച്ചുകൂട്ടുവാൻ ആവശ്യമായ കുറച്ച് നാണയത്തുട്ടുകൾ അല്ലെങ്കിൽ വെള്ളിത്തുട്ടുകളാണ്. എന്നാൽ പത്രോസും യോഹന്നാനും ആത്മനിറവുള്ള ദൈവമനുഷ്യർ അവിടെ പകർന്നു കൊടുക്കുന്നത് അന്നത്തേക്കു വേണ്ടിയിട്ടുള്ളതല്ല. അവൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും മറന്നുപോകാതെ അവൻ പ്രതീക്ഷിച്ചതിനും അപ്പുറമായി അവൻ്റെ ജീവിതത്തെ സ്തോത്രം നിലനിർത്തുന്നതും അനുഗ്രഹപൂർണമാക്കുന്നതുമായ അസാധാരണമായ ദൈവപ്രവൃത്തികളാണ് അവിടെ വെളിപ്പെടുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശത്തിലൂടെ സ്തോത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പരമപ്രധാനമായ വിഷയമെന്ന് പറയുന്നത്, നാം പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായി നാം ആരാധിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ചെയ്യുവാൻ കരുത്തുള്ളവനാണ്. സ്തോത്രം. ആ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ഇന്നു പകൽ ചെയ്യുവാനിടയായി തീരും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അത് ദേവാലയത്തിൻ്റെ ആ ഗോപുരത്തിലേക്ക് അല്ലെങ്കിൽ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ആ മനുഷ്യൻ അവരുടെ നേരെ കൈനീട്ടുകയാണ്. അവൻ്റെ പ്രതീക്ഷകൾ അപ്പുറമായി ദൈവപ്രവൃത്തി അവൻ്റെ ലൈഫിൽ നടക്കാനുള്ള ഒരു വലിയ അറ്റംപ്റ്റ് നടക്കുകയാണ്. ഇന്ന് ഈ സന്ദേശം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എത്രയോ വർഷങ്ങളായി, എത്രയോ നാളുകളായി പ്രാർത്ഥനയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ്, നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ വിഷയത്തിൻ്റെ മേലൊരു മറുപടി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട് ആത്മാവിൽ
കൈമാറാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് പ്രാർത്ഥിച്ചു മടുത്തു പോകാതെ നിരന്തരമായി ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്ന ആ വിഷയങ്ങളുടെ മറുപടി അങ്ങ് ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനും അപ്പുറമായി അങ്ങയുടെ ലൈഫിനകത്ത് അത് ചെയ്യുവാൻ കരുത്തുള്ളൊരു ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ 2-ാമത്തെ അധ്യായത്തിനകത്ത് ആത്മനിറവ് പ്രാപിക്കുകയാണ്. 11 പേരോടുകൂടെ പത്രോസ് എഴുന്നേറ്റു നിൽക്കുകയും അതേ പത്രോസ് അടുത്ത ദിനങ്ങളിൽ വരുമ്പോൾ ആമേസ്തോത്ര സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ നാളുകളായിരുന്നു കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് വലതും പ്രതീക്ഷിച്ചിരിക്കുന്നവന്റെ നരിയാണികളെ ഉറപ്പിക്കുന്ന ഒരു അസാധാരണമായ ശുശ്രൂഷ വെളിപ്പെടുന്നു. ഒന്ന് ഇവിടെ വെളിപ്പെടുന്നത് 40-ലധികം വയസ്സുള്ള ഒരു മനുഷ്യനെ അവൻ്റെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന അവൻ്റെ ലൈഫിനെ സ്വന്തമായി നടക്കുവാൻ പ്രാപ്തീകരിക്കുന്ന ഒരു മേഖല തുറക്കുന്നു. 2-ാമത്തെ അധ്യായത്തിൽ പ്രാപിച്ചെടുത്ത ദൈവകൃപ ആമേസ്തോത്രം പത്രോസിന് ഉറപ്പിച്ച് ലഭിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന പത്രോസ് 3-ാം അധ്യായത്തിൽ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ഒരുമിച്ചുള്ള ഉറ്റുനോക്കിയപ്പോൾ അതുവരെ ഒരിടത്തൊതുങ്ങിപ്പോയ ഒരു മനുഷ്യന്റെ മരിയാണിയെ ദൈവം ഉറപ്പിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗത്ത് ഒരു മനുഷ്യന്റെ 40-ലധികം വർഷമായി അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി തന്നെ പുറത്തു വന്ന 40-ലധികം വയസ്സുള്ള മനുഷ്യന്റെ മരിയാണി ഉറപ്പിക്കുന്നതോടൊപ്പം തന്നെ പത്രോസ് എന്ന മനുഷ്യന്റെ ശുശ്രൂഷയുടെ അസാധാരണമായ ആരംഭങ്ങളെ കുറിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ആമേസ്തോത്ര സഹോദരങ്ങളോട്, ആമേസ്തോത്ര എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം. ചിലരുടെ ചോദ്യമുണ്ട്, ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്, ഒന്ന് ഉപയോഗിക്കപ്പെടാൻ വേണ്ടി ദൈവസന്നിധി ശക്തമായ ഒരു ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലവണ്ണം പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെങ്കിൽ എന്തോ നടക്കുന്നില്ല, എന്തോ സാധ്യമാകുന്നില്ല. അതെ, നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു സമയം വേർതിരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇത് വ്യക്തതയോടെ ദൈവവചനം നമ്മെ വിളിച്ചറിയിക്കുന്നു. ഞാൻ എൻ്റെ വചന പഠനത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം കൂടെ പറഞ്ഞു മുൻപോട്ട് പോകട്ടെ. ആ ദേവാലയത്തിൽ യേശു നിരന്തരമായി ചെന്നിരുന്ന വ്യക്തിയായിരിക്കുന്നു. സ്തോത്രം. യേശു അവിടെ ചെല്ലുമ്പോഴും ഒരു പക്ഷെങ്കിൽ എന്ത് ചെയ്യാം, ഈ മനുഷ്യൻ അവിടെ ഉണ്ട്. 40-ലധികം വർഷമെന്ന് പറയുമ്പോൾ നിശ്ചയമായി ഈ മനുഷ്യൻ അവിടെയുണ്ട്. യേശു കാണാഞ്ഞിട്ടല്ല, യേശു അറിയാഞ്ഞിട്ടല്ല, അത് യേശു അടുത്ത കൈമാറ്റം കൊടുത്ത പത്രോസിലൂടെ ഈ ശുശ്രൂഷ വെളിപ്പെട്ടു വരാൻ യേശു പത്രോസിന് വേണ്ടി ഒരുക്കി നിർത്തിയിരിക്കുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി ഉറപ്പിച്ചു പറയുകയാണ്, അങ്ങ് ഉപയോഗിക്കപ്പെടുന്നില്ലെന്നും അങ്ങ് ഇനി ഉപയോഗിക്കപ്പെടുമോ എന്നൊക്കെയുള്ളൊരു ചോദ്യചിഹ്നത്തിന് നിൽക്കുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, അങ്ങ് ചെയ്യേണ്ട ശുശ്രൂഷ, അങ്ങയിലൂടെ വെളിപ്പെടേണ്ട ശുശ്രൂഷ അങ്ങയിലൂടെ തന്നെ ദൈവം വെളിപ്പെടുത്തുവാനിടയായിത്തീരും. നാം തകർന്നിരുന്ന ഇനി ഉപയോഗിക്കപ്പെടുമോ എന്നൊക്കെ ചോദിച്ച ചില ചോദ്യങ്ങളുടെ മറുപടിയാണ് അങ്ങയിലൂടെ വെളിപ്പെട്ടു വരാൻ പോകുന്ന ദൈവിക ശുശ്രൂഷ എന്ന് പറയുന്നത്. അടുത്ത വാക്യത്തിൽ കാണുന്നു, അവൻ സ്തോത്രം നടന്നും തുള്ളിയും ദേവാലയത്തിനകത്തേക്ക് കയറി. അന്ന് വരെ അവൻ്റെ സ്വന്തത്തിൽ സ്വയമായി ചെയ്യാൻ കഴിയാത്തത് നടന്നും തുള്ളിയും അകത്തേക്ക് കയറിയെങ്കിൽ സ്തോത്രം. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ചില വ്യക്തികളെ ഒരുക്കും നമ്മുടെ പ്രാർത്ഥനയിൽ എഴുന്നേൽപ്പിക്കാൻ, നമ്മുടെ ശുശ്രൂഷയിൽ എഴുന്നേൽപ്പിക്കാൻ, നമ്മുടെ കൈവപ്പിനാൽ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി സ്തോത്രം ഒരു ടൈം സോൺ ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിലൂടെ വെളിപ്പെടേണ്ട ശുശ്രൂഷകൾ, നമ്മളിലൂടെ പുറത്തു വരേണ്ട ശുശ്രൂഷകൾ, അത് നമ്മളിലൂടെ പുറത്തു വരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുപോലെ നാം തളർന്നു പോകാതെ, ഒരിടത്ത് ഇരുന്നു പോകാതെ പ്രാർത്ഥനയിൽ തുടരുവാനിടയായി തീരണം. അപ്പോൾ തന്നെ ഏറിയ വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഏറിയ വർഷങ്ങളായി ഒരിടത്തൊരേ ഇരിപ്പിൽ തന്നെ, ഒരേ അവസ്ഥയിൽ തന്നെ തുടരുന്ന ചിലരുടെ മരിയാണികളെ ഉറയ്ക്കുന്നതും നമ്മുടെ ശുശ്രൂഷയ്ക്കകത്ത് വെളിപ്പെടുവാനിടയായിത്തീരും. 2 തരത്തിലുള്ള മേഖലകൾ തുറക്കുന്നു. അതേ 40-ലധികം വയസ്സുള്ള ഒരു മനുഷ്യന്റെ മരിയാണികൾ ഉറപ്പിക്കുകയും അവൻ ചാടിയും തുള്ളിയും എഴുന്നേൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ പത്രോസിലൂടെ അസാധാരണമായ ശുശ്രൂഷ വെളിപ്പെട്ടു വരികയും ചെയ്യുന്നു. ഇന്ന് പകൽ ഈ സന്ദേശത്തിന് ആമേൻ പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുക. കാരണം നമ്മുടെ ശുശ്രൂഷകൾ കർത്താവ് പുറത്തു കൊണ്ടുവരും. നമ്മെ ദൈവം നിശ്ചയമായി ഉപയോഗിക്കുക തന്നെ ചെയ്യും.
വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. സ്തോത്രം. ചിലരുടെ നരിയാണികൾ ഞാൻ മുഖാന്തരം ഒന്ന് ഉറയ്ക്കുവാൻ ദൈവം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടെ നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.